Hello, my dears. Welcome back to my YouTube channel. Welcome to another vlog. So, ഇന്നത്തെ ഡേ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, സോ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. കഴിഞ്ഞ ബർത്ത്ഡേയും അതുകൊണ്ട് സ്പെഷ്യൽ ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേയും കല്യാണത്തിന് മുമ്പുള്ള ലാസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് അത് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. സോ ഇന്നിപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. ലൈക്ക് എൻ്റെ ബർത്ത്ഡേസ് അങ്ങനെ എല്ലാ വർഷവും ഞാൻ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറൊന്നുമില്ല. സോ നമ്മൾ യൂഷ്വലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ രാവിലെ അമ്പലത്തിൽ പോകാൻ പറ്റുന്ന സമയത്താണെങ്കിൽ പിന്നെ വീട്ടിൽ ചിലപ്പോൾ അമ്മ നല്ല ഇഡ്ഡലി സാമ്പാർ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഫേവറേറ്റ് ഫുഡ് എന്താണോ അത് ചിലപ്പോൾ ഉണ്ടാക്കും. പിന്നെ സദ്യ ഉണ്ടാക്കാൻ പറ്റുന്ന ഡേയ്സ് ആണെങ്കിൽ സദ്യ ഉണ്ടാക്കും. അതും അങ്ങനെ മാൻഡേറ്ററി ആയിട്ടൊന്നും ചെയ്യാറൊന്നുമില്ല എല്ലാ ഇയേഴ്സും. അങ്ങനെ ഇമ്പോർട്ടൻസ് അങ്ങനെ കൊടുത്തിട്ടില്ല വെറുതെ. പിന്നെ എന്താ പറയുക, അപ്പം സ്കൂളിങ് കോളേജ് അല്ലെങ്കിൽ വർക്ക്, അപ്പം വർക്കിംഗ് ഡേയ്സ് അങ്ങനെയൊക്കെ ലീവ് ഉള്ള ഡേയ്സ് ആണെങ്കിൽ ഇപ്പോൾ സൺഡേസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ പിന്നെയുള്ള പതിവെന്ന് പറയുന്നത് ഡിന്നർ നമ്മൾ ചിലപ്പോൾ പുറത്തുനിന്ന് ആക്കും എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ പുറത്ത് പോയി കഴിക്കും നല്ല ലിറ്ററലി. അച്ഛൻ ചിലപ്പോൾ ഫുഡ് മേടിച്ചിട്ട് വരും, വീട്ടിൽ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കും. പിന്നെ ചിലപ്പോൾ ചെറിയ കപ്പ് കേക്കോ കുഞ്ഞു ബട്ടർ കേക്കോ ഒക്കെ മേടിച്ച് ചിലപ്പോൾ കട്ട് ചെയ്യും. ഇതാണ് യൂഷ്വലി ഉള്ള റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിപ്പം എൻ്റെ വീട്ടിൽ എന്തൊരു ഈവൻറ്റ് വന്നാലും അങ്ങനെയാണ്. ലൈക്ക് ഇപ്പം ആ വീട്ടിൽ ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും ആനിവേഴ്സറി വന്നാലും അങ്ങനെ എന്താണെങ്കിലും നമ്മുടെ ഒരു പതിവെന്ന് പറയുന്നത് ഇതുപോലെ ചിലപ്പം ഡിന്നർ ഒന്ന് പുറത്തുനിന്നാക്കും, എന്തെങ്കിലും ഫുഡ് സ്പെഷ്യലായിട്ട് മേടിക്കും, എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കും. സോ അതാണ് യൂഷ്വലി ഉള്ള പതിവെന്ന് പറയുന്നത്. അപ്പം ഇപ്രാവശ്യം കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പം ഇപ്പോഴും വേറെ പ്ലാൻസ് ഒന്നുമില്ല. ഇപ്പം നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായി അമ്പലത്തിൽ പോവാണ്. ഇവിടെ നിന്ന് കുഞ്ചിറകള അമ്പലം അടുത്താണ് കേട്ടോ. അപ്പോൾ അവിടെ പോവും. പിന്നെ വേറെ അമ്പലങ്ങളിൽ ചിലപ്പം പോകാൻ പറ്റിയാൽ പോവും. അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ ഒന്ന് പോവും. സോ അത്രയ്ക്കുള്ള വേറെ സ്പെഷ്യൽ പ്ലാനിങ്ങോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം. അമ്പലത്തിൽ പോയിട്ട് വരാം. ഓക്കെ. അപ്പോൾ യെസ്, നമ്മൾ അമ്പലത്തിലൊക്കെ പോയി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴത്തേക്ക് നല്ല മഴയായി ഗൈസ്. അങ്ങനെ മഴയത്ത് പെട്ടു. 1.5 മണിക്കൂറോളം നമ്മൾ ഹോട്ടലിൽ വെയിറ്റ് ചെയ്തു. മഴ കുറയുന്നില്ല. അവസാനം പിന്നെ ഞാൻ എന്നെ ഒരു ഊബർ പിടിച്ച് ഗോകുൽ വിട്ടു. ഗോകുലിന്റെ ഒരു റെയിൻകോട്ട് ഉണ്ടായിരുന്നു. സോ അതിട്ടിട്ട് ഗോകുൽ പറയുന്നു വന്നു. സോ അത്രേ ഉള്ളൂ. അതിന് വീട്ടിൽ വന്നൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മളിപ്പോൾ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോവാണ്. വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഞാൻ അവിടെ പോയി കുറച്ച് സ്പെൻഡ് ചെയ്തിട്ട് ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ചു വരും. സോ അത്രേ ഉള്ളൂ. അപ്പൊ ബാക്കി വീട്ടിൽ പോയിട്ട് കാണാം. ബൈ. അപ്പോ യെസ്, അങ്ങനെ രാത്രിയായിരിക്കുകയാണ്. ബർത്ത്ഡേ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾ കണ്ട പോലെ
അമ്പലത്തിൽ പോയി, അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ പോയി, ചെറിയ ലഞ്ച് കഴിച്ചു, തിരിച്ചിവിടെ വന്നു. അപ്പോൾ സർപ്രൈസ് കേക്ക് കട്ടിങ്ങും പിന്നെ രാത്രി ഡിന്നറും സിസ്റ്ററിൻ്റെ ആൻഡ് ഫാമിലിയുടെ ഒക്കെയായിരുന്നു. സോ ഡിന്നറൊക്കെ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി ഒന്ന് ഫ്രഷനപ്പ് ആയിട്ട് കിടന്നുറങ്ങണം. സോ അപ്പം അത്രയേ ഉള്ളൂ ഒരു ചെറിയ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി നമുക്ക് മറ്റു വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ സജഷൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ. ഒത്തിരി പേര് എനിക്ക് ഇൻസ്റ്റയിലും FBയിലും വാട്സപ്പിലും ഒക്കെ പേഴ്സണലി വിഷസ് അറിയിച്ചിരുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഞാൻ പറ്റുന്ന പോലെ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഇനിയും എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. വേറെ എന്തെങ്കിലും കമന്റ്സ്, സജഷൻസും ഒപ്പീനിയൻസും ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റു വീഡിയോസ് ആയിട്ട് കാണാം. നിങ്ങൾ പറയുന്ന സജഷൻസ് ഒക്കെ ഞാൻ ഓരോന്നായിട്ട് വീഡിയോ എടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോസ് ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒത്തിരി പേര് കാണുന്നുണ്ട് കേട്ടോ. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ നോട്ടിഫിക്കേഷൻ കുറേ പേര് എനേബിൾ ചെയ്തിട്ടില്ല. സോ അത് എനേബിൾ ചെയ്താലേ ഞാൻ ന്യൂ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നോട്ടിഫിക്കേഷൻ കിട്ടണ്ടേ? ഓക്കെ, സോ ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക, എനേബിൾ ചെയ്തിടുക. പുതിയ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോസ് ആയിട്ട് കാണാം. ചിൽഡ്രൻ, ബൈ.